മുത്തോണികളെ എന്തൊക്കെ. അപ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡേ സ്റ്റാർട്ടാകാൻ പോവാണ്. നമ്മൾ അസർബൈജാൻ്റെ ക്യാപിറ്റലായിട്ടുള്ള ബാക്കുവിൽ നിന്ന് ഗബാലയിലോട്ട് പോവുക. ഗബാല എന്ന് പറയുന്നത് ഒരു മൗണ്ടെയിൻ റീജിയനാണ്. മൗണ്ടെയിൻ റീജിയൻ പറയുമ്പോൾ ഈ അസർബൈജാൻ്റെ കുറച്ചും കൂടി വെസ്റ്റ് സൈഡായിട്ട് വരും. എനിക്ക് തോന്നുന്നു തുർക്കി, റഷ്യ, അർമേനിയ, ജോർജിയ ഒക്കെ ബോർഡറിൻ്റെ അടുത്തായിട്ട് വരുന്നത്. കുറച്ചും കൂടി റഷ്യയുടെ അടുത്ത് അതിനുണ്ട്. ഞാൻ അസർബൈജാൻ എന്ന് പൊതുവെ പറയുകയാണെങ്കിലേ, അസർബൈജാൻ എന്ന് പറയുമ്പോൾ ഒരു സംഭവം ഏഷ്യയിലാണെങ്കിലും അവരുടെ കൾച്ചറൊക്കെ കുറേ യൂറോപ്യൻ കൾച്ചറാണ്, ഒരു റഷ്യൻ കൾച്ചറൊക്കെ, സോവിയറ്റ് യൂണിയൻ്റെ ഒക്കെ പഴയ ഭാഗമായിരുന്നു, USSRൻ്റെ ഒക്കെ. അപ്പോൾ അസർബൈജാനിലെ അവരുടെ കൾച്ചറും ഒക്കെ ഒരു റഷ്യൻ കൾച്ചറാണ്. ആയിക്കോട്ടെ, എങ്ങനെയുണ്ട് അസർബൈജാൻ? പറ. ഇന്നലെ വന്നു, സ്റ്റേ അടിച്ചു, കുഴപ്പമൊന്നും ഉണ്ടായില്ല, അടിപൊളിയായിരുന്നു. റൂമും കാര്യങ്ങളൊക്കെ റൂം അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല റൂമായിരുന്നു. കുറച്ചും കൂടിയും സ്പേസ് ഉള്ള, കുറച്ചും കൂടി സ്പേസ് കുറവായി തോന്നിയത് വാഷ്റൂമായിരുന്നു. പക്ഷേ ബാക്കി റൂമിൻ്റെ സ്പേസൊക്കെ ഭയങ്കരമായിരുന്നു. അപ്പോൾ അസർബൈജാൻ എന്ന് പറയുന്നത് ശരിക്ക് കാസ്പിയൻ സീയുടെയും ഈ വെസ്റ്റ് സൈഡിൽ തുർക്കി, അർമേനിയ, റഷ്യ, പിന്നെ താഴെ ഇറാൻ സദേൺ സൈഡിൽ, ഇതൊക്കെ ഇങ്ങനെ ഒരു കവർ ചെയ്ത കൺട്രി. ശരിക്കും ട്രാൻസ്കോണ്ടിനൽ കൺട്രി എന്ന് അതിന് പറയാം. ട്രാൻസ്കോണ്ടിനൽ എന്ന് പറയുമ്പോൾ രണ്ടും കോണ്ടിനെൻറ്റിൻ്റെ ഒരു മിഡിലായിട്ട് വരുന്നത്. ജോഗ്രഫിക്കലി ഏഷ്യയിലാണെങ്കിലും കൾച്ചറൽ വൈസും ഇവരുടെ ഹിസ്റ്ററി ആയിട്ടും എല്ലാം യൂറോപ്യൻ കൾച്ചർ, റഷ്യൻ കൾച്ചർ. സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് സോവിയറ്റ് യൂണിയൻ്റെ അണ്ടറിലായിരുന്നു. അസർബൈജാൻ SSR എന്നാണ് ഇത് പറയുക. അത് കഴിഞ്ഞിട്ട് പിന്നെ അസർബൈജാൻ ആക്കി. 1991 റഷ്യ പോയ ശേഷം അസർബൈജാനായി. ക്യാപിറ്റലാണ് ബാക്കു എന്ന് പറയുന്നത്. കാസ്പിയൻ സീൻ്റെ തൊട്ടടുത്ത് അത് കിടക്കുന്നത്. കാസ്പിയൻ സീ പറയുമ്പോൾ വേൾഡിലെ ലാർജസ്റ്റ് ലേക്കാണ് കേട്ടോ. അപ്പം നമ്മൾ അതിൻ്റെ കൂടി ഒരു ഭാഗമായി ഇപ്പോൾ, വേൾഡിലെ ലാർജസ്റ്റ് ലേക്ക്. ഖബീബിനൊക്കെ അറിയുന്നവർക്ക്, ഖബീബ് നൂർമഗദവിനൊക്കെ അറിയുന്നവർക്ക്, അവർക്ക് റഷ്യയുടെ ഡഗിസ്ഥാൻ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഡഗിസ്ഥാൻ്റെ ബോർഡറായിരുന്നു ശരിക്കും അസർബൈജാൻ വരുന്നത്. അങ്ങനെ എന്തായാലും നമുക്ക് ഗബാല പോയത്. ഗബാല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടെമ്പറേച്ചർ കാണിക്കുന്നത് -17. അപ്പോൾ ജസ്റ്റ് ഒരു ചെറിയൊരു ഡിക്കാത്തലോൻ്റെ ജാക്കറ്റ് എടുത്തിട്ടുണ്ട് കൊശോടെ. പിന്നെ ഒരു പുറത്തിരിപ്പോൾ ഒരു ഔട്ട്സൈഡ് ഇടാനൊരു ജാക്കറ്റും കൂടിയുണ്ട്. നോക്കി നോക്കാം എന്താണ് അവിടുത്തെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. മെയിനായിട്ട് കേബിൾ കാർ ഉണ്ട്, പിന്നെ സ്കീയിങ്, അതൊന്നും എന്തായാലും ചെയ്യില്ല. സ്കീയിങ്, അതേപോലെ വിൻ്റർ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, സ്നോയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന, അതെല്ലാം ഉണ്ട് അവിടെ. എന്തായാലും ലെറ്റ്സ് സീ. ഞാൻ അസർബൈജാൻ്റെ കുറച്ച് ബാക്കുവിൻ്റെ സിറ്റിയിലെ കുറച്ച് വ്യൂസ് സംഭവം നോക്ക്. ബാക്കുവില് വലിയൊരു സിറ്റി പോലെ അല്ലേ, ഒരു പ്രധാന ജനങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലം. നമ്മളെ മുംബൈയിലേക്കുള്ള ധാരാവിയൊക്കെ പോലെ. പക്ഷെ അത് വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. നല്ല രസമുള്ളൊരു സ്ഥലം കണ്ടോ. സിറ്റിന്ന് കുറച്ച് വിട്ടിട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ പോലെ വീട് വെച്ചേക്കട്ടോ. ഇവിടെ ഈ ഫ്ലാറ്റ് സിസ്റ്റം അങ്ങനെ വളരെ കുറവാണ്. അങ്ങനെ വീടുകൾ വെച്ചിട്ട്, പിന്നെ റൂഫ് ടോപ്പ് നോക്കിയോ, എല്ലാം ചെരിഞ്ഞിട്ടുള്ള റൂഫ് ടോപ്പ്. അത് ഐസ് സ്നോഫോളുള്ള സമയത്ത് സ്നോ താഴത്തോട്ട് വരാൻ വേണ്ടിയിട്ട്, കെട്ടിക്കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റൂഫ് ടോപ്പ്. അങ്ങനെ പൊതുവെ എല്ലാ സ്നോഫോളുള്ള കൺട്രീസും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അസർബൈജാന്റെ കറൻസി എന്ന് പറയുന്നത് മനാത്താണ് കേട്ടോ. മനാത്ത് എന്ന് പറയുമ്പോൾ അത്യാവശ്യം വാല്യൂ ഉള്ളൊരു കറൻസിയാണ്. ഒരു മനാത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ 1.17 UAE ദിർഹംസ് കൊടുക്കണം. ആലോചിച്ച് നോക്ക്, അത്രയും എക്സ്പെൻസീവ്. അതെന്ന് വെച്ചാൽ അസർബൈജാൻ്റെ ഇവരുടെ എക്കോണമി എന്ന് പറയുന്നത് റൺ ചെയ്യുന്നത് നാച്ചുറൽ ഗ്യാസും ഓയിലൊക്കെയാണ്. ഒത്തിരി ഫോറിൻ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവർ. അപ്പോൾ അതുകൊണ്ട് ഒരു മണി വാല്യൂ ഭയങ്കര സ്ട്രോങ് ആണ്. പിന്നെ US ഡോളറായിട്ട് കട്ടൊക്കെ നിൽക്കില്ല. US ഡോളറായിട്ട് കട്ടൊക്കെ നിൽക്കില്ല, പക്ഷേ എന്നാലും കുറേയൊക്കെ ഒരു ഞങ്ങൾ $200 ചേഞ്ച് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് 335 മനാത്താക്കി കിട്ടി. പക്ഷെ എന്തായാലും നോട്ട് ബാഡ് എന്ന് പറയാം.
എനിക്കൊന്ന് ഇന്ത്യൻ റുപ്പി ഒരു മനാത്ത് കിട്ടാൻ വേണ്ടിയിട്ട് 52 50 സംതിങ് 52 എത്ര ഇന്ത്യൻ റുപ്പി നമ്മൾ കൊടുക്കണം. ഇത്രയും സ്ട്രോങ് അവരുടെ കറൻസി. ചെറിയ വീടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. നമ്മുടെ നാട്ടിലൊക്കെ സെറ്റപ്പ് പോലെ അല്ലേ ഒരു വീട്. അവരുടെ സൂപ്പർ മാർക്കറ്റ്, വീടുകൾ, ഒരു കമ്മ്യൂണിറ്റി ആണത് ഇവിടെ. കുറച്ച് പോയി കഴിഞ്ഞാൽ ഒരു 5-10 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ ഒരു കമ്മ്യൂണിറ്റി കാണുന്നത് പോലെ. ഇവിടെ ശരിക്കും കുറച്ച് തുർക്കിഷ് കൾച്ചറും ഇറാനിയൻ കൾച്ചറും റഷ്യൻ കൾച്ചറും ഒരു മിക്സ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവരുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് അസേറി എന്ന് പറഞ്ഞാൽ അസർബൈജാനി അല്ലെങ്കിൽ അസേറി, അതിൻ്റെയൊക്കെ ഒരു സ്ക്രിപ്റ്റ് ഒക്കെ വരുന്നത് കുറേയൊക്കെ തുർക്കിഷ് പേർഷ്യൻ സ്ക്രിപ്റ്റ് ആണ് വരുന്നത്. ഫുള്ള് മൂടൽ മഞ്ഞായിട്ടാ, രക്ഷയില്ല. ഇത് ചെറിയൊരു കൊന്നാന്ന് തോന്നുന്നു, പക്ഷെ അത് മനസ്സിലാവുന്നില്ല ഈ മൂടൽ മഞ്ഞ പറഞ്ഞു. സ്നോ തൊട്ടില്ല ടോപ്പില്, മലയുടെ മുകളിലൊക്കെ നല്ല സ്നോ ഉണ്ട്. താഴത്തോട്ടില്ല. പക്ഷെ ശരിക്കും നല്ലൊരു ക്ലൈമറ്റ് അത്. കാരണം മുകളിൽ നല്ല മഴക്കാറ്, താഴെ ചെറിയൊരു മൂടൽ മഞ്ഞ്, അതിൽ ഏറ്റവും താഴെ ഡ്രൈ ആയിട്ട് നല്ല രസമുള്ളൊരു ക്ലൈമറ്റ് അത്. നല്ല അടിപൊളി ക്ലൈമറ്റ് കേട്ടോ. ഞാൻ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല മഴ വരുന്നുണ്ട്, മഴക്കാർ ഇങ്ങനെ കെട്ടിക്കിടക്കാം. ഈ സമയം മഴ പെയ്യും. എന്നാ സ്നോ ഉണ്ടായിരുന്നു, ചെറിയൊരു മൂടൽ മഞ്ഞും മലയുടെ മുകളിൽ ചെറിയ സ്നോയും. താഴെ നോക്കുമ്പോൾ നല്ല പച്ചപ്പ്, ആടിനെ മേയ്ക്കുന്ന ആൾക്കാര്, പശുക്കള്. ഒരു 100 മീറ്റർ അപ്പുറത്തേക്ക് കാണാൻ പറ്റില്ല, അത്രയും മഞ്ഞായി. കൂടെ നല്ല കോടയാണ്, അതാണ് അടിപൊളിയാക്കുന്നത്. മരത്തിന്റെ മുകളിലൊക്കെ ഫുള്ള് മഞ്ഞാട്ടാ. ഇല്ല ശരിക്കിപ്പോ ഓൾമോസ്റ്റ് മൈനസ് ആയിട്ടുണ്ടാവും ടെമ്പറേച്ചർ. ഗബാല -17 എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഗബാല എത്തിയിട്ടില്ല, അപ്പോൾ ഓൾമോസ്റ്റ് മൈനസ് കടന്നുണ്ടാവും. ഇപ്പോൾ ഗൈസ് ഞങ്ങള് ഗബാല പോണ വഴിക്കേ ജസ്റ്റ് ഒന്ന് ഇടയിൽ നിർത്തി ഒരു കോഫി കുടിക്കാൻ വെച്ചു, പിന്നെ ഒന്ന് വാഷ്റൂമിലൊക്കെ ഒന്ന് പോകാൻ വിചാരിച്ചു. എൻ്റെ മോനെ ബാക്കിലുള്ള വ്യൂ നോക്ക്, അടിപൊളിയാട്ടാ, രക്ഷയില്ല. ഫുള്ള് മഞ്ഞിൽ മൂടിയിരിക്കണോ ഫുള്ള്. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് 2 മണിക്കൂർ ട്രാവൽ ചെയ്തു. ഇനിയൊരു 1 മണിക്കൂർ കൂടെ ഉണ്ടാവുള്ളൂ. അടിപൊളിയല്ലേ? അടിപൊളിയല്ലേ? അടിപൊളിയാണ്. പിന്നെ നല്ല തണുപ്പുണ്ട്, കണ്ടിട്ട് തോന്നുന്നില്ല. ഫുള്ള് മഞ്ഞ് ഓടിയിരിക്കണം. അതെ, സത്യമാണോ? അതെ. ഒരു രക്ഷയില്ല. സൂപ്പർ എക്സ്പീരിയൻസ് ആട്ടോ. ഒരു -5 -10 ഉണ്ടാവും. 5-10 വലിയ ഡിഫറൻസ് ആണ്, പക്ഷെ കറക്റ്റല്ല, മൈനസാണ്. അതുകൊണ്ടോ ഭയങ്കര ഇതൊക്കെ വരുന്നൊക്കെ ചെറിയ സ്നോഫോൾ ഉണ്ട്. നമ്മൾ ഡ്രൈവ് ചെയ്ത് വരുന്ന സമയത്ത്
കുറച്ച് സ്നോഫോൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചെറിയ നമുക്ക് സ്നോ ഫ്ലേക്സ് ഒക്കെ നമുക്ക് കയ്യിലിളക്ക് വന്നു വീഴുന്നുണ്ട്. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഗബാല പോവാണ്. ഓൾമോസ്റ്റ് റഷ്യൻ, അർമേനിയൻ, തുർക്കി ബോർഡറിൽ വരുന്ന ഒരു ഹിൽ സ്റ്റേഷനാണ് ഗബാല. നോക്കിയാട്ടോ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കേറ്റിങ്, കേബിൾ കാറ് പറയാൻ പറ്റില്ല, ഉണ്ടാവുക കിടക്കുക. പിന്നെ സ്കീയിങ്, അങ്ങനെ ഒരുപാട് വിൻഡർ ആക്ടിവിറ്റീസ്, സ്നോയിൽ ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് നമുക്ക് ഉണ്ട്. അടിപൊളിയാട്ടോ, രക്ഷയില്ല. വൺസ് ലൈഫ് ടൈമിൽ വരേണ്ട കൺട്രീസ് ആണ് അസർബൈജാൻ, അർമേനിയ, ജോർജിയ. ഇത് കാക്കസസ് മൗണ്ടൻസ് എന്ന് പറയുന്ന ഒരു മൗണ്ടൻ റീജിയൻ ഉണ്ട് ഈ ഞാൻ പറഞ്ഞ രാജ്യങ്ങളിലൂടെ കവർ. കാക്കസസ് മൗണ്ടൻ അതിന്റെ എനിക്ക് തോന്നുന്നു നോർത്ത് സൈഡിലാണ് നമ്മൾ നിൽക്കുന്നത്. സൗത്ത് സൈഡിലാണ് തുർക്കി, അർമേനിയുടെ മൗണ്ട് അറാറത്തൊക്കെ വരുന്നത്. എന്നാലും ഒരു കോഫി കുടിച്ചോട്ടെ. ഒരു കോഫി കുടിക്കാനുള്ള പരിപാടിയാ, ക്യാപ്പച്ചിനോ. ഓക്കെ, അടിപൊളി സ്ഥലം കേട്ടോ, അടിപൊളി സ്ഥലം. ഫ്രഷില്ല, ഇത്ര ഐറ്റംസ് അവിടെ ഉള്ള. അസർബൈജാനിൽ വന്നിട്ട് ക്യാപ്പിച്ചോ സംസാരിക്കാൻ വയ്യ, അത്രയും തണുപ്പാ. നല്ല ചൂട്, കൈ മരങ്ങനെ മരവിക്കുക. അതൊക്കെ മരകണില്ലേ? കൈയൊക്കെ ഫ്രീസ് ആവുന്നുണ്ട്. ഇതിന് 4.5 മനാത്താട്ടോ മക്കളെ. ഗബാല എത്തി, പക്ഷെ നമ്മള് ഹിൽ സ്റ്റേഷൻ എത്തിയിട്ടില്ല. ഹിൽ സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പേ നൊഹൂർ ലേക്ക് എന്ന് പറഞ്ഞ ഒരു തടാകം, നല്ല അടിപൊളി തടാകം. അവിടെ ബോട്ടിങ്ങിനും അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. നൊഹൂർ ലേക്ക് ഞാൻ കാണിച്ചു കേട്ടോ, നോക്കി നോക്ക്, കുഴപ്പമൊന്നുമില്ല. ലോങ്ങിൽ നോക്കി നോക്ക്. നൊഹൂർ ലേക്ക് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അസർബൈജാൻ ഗബാല എത്താനും മുമ്പേ ബാക്കൊന്ന് വരുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് കാണാൻ പറ്റുന്നതാണ്. ചെറിയൊരു പാർക്കും ബോട്ടിങ്ങിന്റെ ഓപ്ഷൻസും ഉണ്ട്. പിന്നെ കുറച്ച് പർച്ചേസുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന്റെ കൂടെ തന്നെ ഇവിടെ നമുക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാം. അതിലാണ് അവിടെ ഇരുന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാനും ഒരു ക്യാബിൻ പോലെ സെറ്റ് ചെയ്ത് കഴിക്കാനും. പിന്നെ സൈഡിൽ ഇങ്ങോട്ട് ചെറിയൊരു പാർക്ക് പോലെ ഉണ്ട്. ബാക്കിലൊക്കെ നമ്മുടെ നാട്ടിലെ ഉത്സവത്തിന് കാണുന്ന പോലെ മറ്റേ ബലൂണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചായ കുടിക്കാനും കോഫി ഉള്ള ചെറിയ സ്നാക്സിനൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലെ മറ്റേ പൊട്ടാറ്റോ കറക്കി ചുട്ട് ഇതാക്കിയിട്ട് അവർ ഫ്രൈ ചെയ്യില്ല, മറ്റേ മസാല ഒക്കെ തേച്ചിട്ട് പൊടിയൊക്കെ ഇട്ടിട്ട് സെറ്റപ്പ് ഇവിടെയുണ്ട്. നോഹൂറിൻ്റെ അടുത്തേക്ക് പോയേക്കാം. വേറെ സംബന്ധിച്ചാലേ നമ്മുടെ നാട്ടിൽ നിന്ന് ഇന്ത്യക്കാർ മലയാളികൾ വരുമ്പോൾ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരു പേടിയും പേടിക്കണ്ട. നമ്മുടെ ഇന്ത്യൻ ഭക്ഷണം അവൈലബിൾ ആണ്, ഇന്ത്യൻ ക്യൂസിന്. ഈവൻ ഇവിടെ ഇത് കുറച്ച് റിമോട്ട് ഏരിയ, സിറ്റി അല്ല കേട്ടോ. സിറ്റിയിൽ നിന്ന് 3-4 മണിക്കൂർ കിട്ടും. ഇവിടെയും നമുക്ക് അവിടെ എഴുതിയാണ് ഇന്ത്യൻ ക്യൂസിൻ എഴുതിയിട്ടുണ്ട് അവർ. അതായത് ഇന്ത്യൻ ക്യൂസിന് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ആരും പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഈസി ആക്സസ്, എന്തോ ആക്സസാണ്. പിന്നെ പൊതുവെ ടൂറിസ്റ്റ് ഏരിയയിൽ എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം. അപ്പോൾ കുറച്ചൊരു ബേസിക് ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പിടിച്ചേക്കാവുന്നേ ഉള്ളൂ. ഗൾഫ് കൺട്രീസ് നിന്ന് മാത്രമല്ല, നാട്ടിൽ നിന്നൊക്കെ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് ഇങ്ങോട്ട്. ഡൽഹിയിൽ നിന്നൊക്കെ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഡൽഹി വരെ ഫ്ലൈറ്റിലോ ട്രെയിനിലൊക്കെ വന്നിട്ട് ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് വരാവുന്നേ ഉള്ളൂ. മക്കളെ, നൊഹൂർ ലേക്കിന്റെ തൊട്ട ഫ്രണ്ടിൽ നിൽക്കണേ എന്താണ്ടാ ബോട്ടിങ്ങിലുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഇവിടെ ഒത്തിരി ആൾക്കാർ ഇവിടെ ബോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങോട്ടൊക്കെ ബോട്ടിങ്ങിന്റെ ഓപ്ഷൻസ് ഉണ്ട്. അത്യാവശ്യം മര്യാദ ലേക്കാണ്. പക്ഷെ ഇത് ഫ്രോസൺ അല്ല, നല്ല തണുപ്പുണ്ട്. ഫ്രോസൺ അല്ല. ഞങ്ങൾ കസക്കിസ്ഥാൻ മുമ്പ് പോയപ്പോൾ കൊൽസായി ലേക്കിൽ പോയിരുന്നു. കൊൽസായി ലേക്കിന്റെ മുകളിലൂടെ നമുക്ക് നടക്കാൻ പറ്റും. ഇതുപോലത്തെ ഒരു ലേക്കിൻ്റെ ആയിരുന്നു, പക്ഷെ ഫ്രോസൺ അല്ല. ഇത് ഉണ്ട്. പിന്നെ ഒത്തിരി ഒരു ഫ്രോസ് ആവുമായിരിക്കും. അതെ 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 അതെ. ഇവിടെ എന്തോ ചെറിയ സ്വാന് പോലെ, നമ്മളെ നാട്ടിലെ താറാവൊക്കെ പോലെ എനിക്ക് തോന്നുന്നു. താറാവാണോ? താറാവല്ല, പക്ഷെ സ്വാനും അല്ല. സ്വാനിന്റെ കഴുത്ത് വലുതായിരിക്കും. താറാവ് പോലെ ഉണ്ട്, എന്തോ താറാവ് പോലെ കണ്ടാ. അത് ഇവിടെയൊക്കെ ഉണ്ട്. അതെ, റിസോർട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അവിടെ സ്റ്റേ അടിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. ഇവിടെ ബോട്ടിങ്ങിന് 30 മനാത്താണ് ബോട്ടിങ്ങിന് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ ബോട്ടിങ്ങിൽ കയറുന്നില്ല. കാരണം ഒത്തിരി ബോട്ടിങ് നമ്മൾ നാട്ടിലൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ പ്രത്യേക എക്സ്പീരിയൻസ് ഒന്നും സ്പെഷ്യലി ഇല്ല, വേണമെങ്കിൽ ചെയ്യാന്നുള്ളൂ. ഇതൊക്കെ നമ്മളിവിടെ ഗബാലിലെ നൊഹൂർ ലേക്കിൽ ഒരു ഫോട്ടോസ് കേട്ടോ. ഇവിടെ ഒരു ആൾക്ക് ഫോട്ടോ എടുക്കാൻ 1 മനാത്ത്, 2 പേർക്ക് എടുക്കുകയാണെങ്കിൽ 2 മനാത്ത്. ഇവിടെ ആൾ ഒന്ന് എടുത്തരും. ഇവർ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി സെറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇവിടെ ഒന്ന് ഫോട്ടോ എടുക്കുക. എങ്ങനെയാണ് അവർ എടുത്തരും, അവർക്ക് അറിയാം പോർട്രേറ്റ് ആണ് എങ്ങനെയാണ് എന്നുള്ളത്. പക്ഷേ അടിപൊളിയാണ്, നല്ല എക്സ്പീരിയൻസ് ആണ്. നല്ല ബാക്ക്ഗ്രൗണ്ട്, നല്ല വ്യൂ ആണ്. ഇതൊക്കെ ഫോട്ടോ എടുക്കാനായിട്ട് ഇവരുടെ സെറ്റ് ചെയ്തേക്കുക. ഒരു ലവിൻ്റെ ഒരു ചിഹ്നമായിട്ട് ഇവിടെ ഇരിക്കുക.
ബാക്ക്ഗ്രൗണ്ടിലുള്ള വ്യൂ ഉണ്ടോ? അതും ഒരു ചെറിയൊരു ബൊക്കെ പോലെ സംഭവം കൂടി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇവിടുന്ന് ഇങ്ങനെ ഇത് എൻട്രൻസ്. അടിപൊളി കേട്ടോ, സൂപ്പറടെ. നമ്മൾ ഗബാലെത്തി. ജസ്റ്റ് ഒരു കേബിൾ കാർ കയറി. ഇവിടെ ടോട്ടൽ 4 ലൈൻ ഉണ്ട്. 4 ലൈനും 2 ലൈന് പോകണമെന്നുണ്ടെങ്കിൽ 20 മനാത്താണ് ഒരാൾക്ക്. 4 ലൈന് പോകണമെന്നുണ്ടെങ്കിൽ 27 മനാത്ത്. പക്ഷെ ഞങ്ങൾ 2 ലൈന് ചൂസ് ചെയ്യില്ല. ഓൾറെഡി കസക്കിസ്ഥാനിൽ ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അപ്പോൾ ഞങ്ങൾ 2 ലൈന് ചൂസ് ചെയ്തു. കുഴപ്പമൊന്നുമില്ല കേട്ടോ, അടിപൊളിയാണ്. അധികം അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു ഇതല്ല, സിമ്പിളായിട്ടുള്ള ഒരു എന്താ പറയുക കേബിൾ കാറാണ് കേട്ടോ. അടിപൊളിയാട്ടോ, നല്ല തണുപ്പുണ്ട്. മൈനസാണ്, കയ്യൊക്കെ മരവിക്കുന്നുണ്ട്, വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ കേബിൾ കാറിൻ്റെ വ്യൂ ആണിത്. ശരിക്ക് പുറത്ത് ചെറിയൊരു മഴയുടെ ചാറലുണ്ട്, അതുകൊണ്ടാണ് ഇത്. ടോട്ടൽ നല്ലൊരു വൈബാട്ടോ, കാരണം മഴയുണ്ട്, ഐസും ഉണ്ട്. ടോട്ടൽ നല്ലൊരു എക്സ്പീരിയൻസാണ്. ഫുൾ കവേർഡാണ്, അതുകൊണ്ട് വലിയ വിഷയമില്ല. ഉണ്ടോ നമ്മളെ ഡോർ ഓപ്പണിങ് പയ്യെ പോകുന്നുള്ളൂ. ഞങ്ങൾ 2 ചൂസ് ചെയ്തിട്ടുള്ളൂ, 2 ലൈന്. പിന്നെ ഇതാണ് ടിക്കറ്റ്. ഇങ്ങനെ ടിക്കറ്റ് വരുന്നത്, അതൊരു സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഗേറ്റ് ഓപ്പൺ ആവുക ചെയ്യുക ഓരോരുത്തർക്ക് കേട്ടോ. അങ്ങനെ ഇതൊക്കെ അടിപൊളി എക്സ്പീരിയൻസ് ആട്ടോ, സൂപ്പറാണ്. ഫുൾ സ്നോ. ഒരു സൈഡ് കൂടെ 1 വേ നമ്മൾ കേബിൾ കാർ അങ്ങോട്ട് പോകും, ഒരു കേബിൾ കാർ അവിടുന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. അതിൽ ആൾക്കാരുണ്ട് ഒത്തിരി. ഏറ്റവും ടോപ്പിൽ 1920 മീറ്റർ എന്നാണ് അവർ പറഞ്ഞത് സീ ലെവലിൽ നിന്ന്. അപ്പോൾ വലിയ കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു ഞാൻ കസക്കിസ്ഥാനിൽ പോയ സമയത്ത് അവിടത്തേക്കാളും അത്ര അഡ്വഞ്ചർ അല്ല. ഇവിടുത്തെ മോശം എന്നല്ല പറഞ്ഞ്, ചിലപ്പോൾ ഷഹദാഗിലുള്ള അടിപൊളിയായിരിക്കും. ഇത് ഗബാലാണ്. ഇവിടെ ഷഹദാഗ് എന്ന് പറഞ്ഞ ഒരു മൗണ്ടൻ റിസോർട്ടും കൂടി ഉണ്ട്. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് തുഫൻഡാങ് മൗണ്ടൻ റിസോർട്ടിൻ്റെ ആ ഭാഗത്തോട്ടാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, തുഫൻഡാങ് എന്ന് പറയാം. അപ്പോൾ ചിലപ്പോൾ ഷഹദാഗ് നല്ലതായിരിക്കും. നമ്മുടെ ഫസ്റ്റ് സ്റ്റേഷൻ എത്തി. നമ്മൾ ഓൾമോസ്റ്റ് ഇറങ്ങാനുള്ള ഒരു പ്ലാനിങ്ങിലാണ്. നോക്കി ഇറങ്ങണത്തുണ്ട്, പതുക്കെ ഇറങ്ങിയാൽ മതി. ഗൈസ്, ഞങ്ങള് ഫസ്റ്റ് സ്റ്റോപ്പിലെത്തി. 4 സ്റ്റോപ്പിന്റെ ഫസ്റ്റ് സ്റ്റോപ്പിലെത്തിക്കണം. കണ്ടാ, അത്യാവശ്യം കണ്ടോ ഇത് ഐസ് അല്ല ഇതിന്റെ മെയിൻ ഒരു ഇത് അട്രാക്റ്റീവ് വെച്ചാല്. ഇതിന്റെ ഒരു അട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഫോഗാണ്, ഭയങ്കര ഫോഗാണ് മുകളിൽ. കണ്ടാ, നമ്മുടെ നാട്ടിലൊക്കെ മഞ്ഞ് ഫോഗ്, ചിലപ്പോൾ മൂന്നാർ ഊട്ടിയൊക്കെ പോയി നല്ല ഫോഗ് ഉണ്ടാവില്ലേ, അതുപോലത്തെ ഒരു സിറ്റുവേഷൻ. അതൊക്കെ ഒത്തിരി ആൾക്കാർ അവിടെ കളിക്കുന്നുണ്ട്. ഇവിടെ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്. കുറച്ച് മുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് മഞ്ഞിൽ കിടന്ന് കളിക്കാവുന്നുള്ളൂ. ഈ ഭാഗത്താണ് നമ്മളെ കേബിൾ കാർ വന്ന് ലാൻഡ് ചെയ്യുന്നത്, ഫസ്റ്റ് ലാൻഡ് ചെയ്യുന്നത് കേട്ടോ. നല്ല തണുപ്പുണ്ട്, കൈയൊക്കെ മരവിക്കുക. അപ്പോൾ വായക്കൂടൊക്കെ പുക വരുന്നുണ്ട്. എന്താണ് അവിക്കുട്ടി, എന്താണ് തോന്നുന്നത് ഈ വിഖ്യാതമായ ഈ നിമിഷത്തില്? എന്താണ് എന്റെ വിലയേറിയൊരു അഭിപ്രായം പറ. വിലയേറിയതാണോ കേട്ടോ? നല്ല തണുപ്പുണ്ട്. നമ്മള് മറ്റേ കസക്കിസ്ഥാനിൽ പോയപ്പോ ഇത്രയ്ക്ക് ഫോഗ് ഉണ്ടായിരുന്നില്ല. അപ്പൊ പ്ലേസ് ഒക്കെ ഭയങ്കര ക്ലിയർ ആയിരുന്നു. ഇവിടെ പക്ഷെ നമുക്ക് ഒന്നും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. ഭയങ്കര ഫോഗ് കാരണം ഫുൾ മൂടിയിരിക്കുകയാണ്. അതൊരു വിലയേറിയ ഒരു അഭിപ്രായമായിരുന്നു. നല്ല വില കൊടുക്കാം. പിന്നെ അടിപൊളിയാണ് അല്ലേ? അതെ, അടിപൊളിയാണ്. നമ്മൾ സമ്മറിൽ ചെയ്യാൻ പറ്റുന്ന കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. അത് റാഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അത് വിന്ററിൽ ഉണ്ടാവില്ല. റോപ്ലെയിൻസ് ഓൾറെഡി നമുക്കുണ്ട്. റാഫ്റ്റിംഗ് മിക്കവാറും സമ്മർ ഓട്ടം സീസണിലൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. മൗണ്ടൻ കോസ്റ്റർ വന്നിട്ടില്ല, കമ്മിങ് സൂൺ എന്നാണ് പറയുന്നത്. ഹൈക്കിങ് എന്തായാലും നമുക്ക് ചെയ്യാം 2 സീസണിലോ. മൗണ്ടൻ സ്വിങ് ഇതൊക്കെ എവിടെയെന്ന് അറിയില്ല. ഇവിടെയൊക്കെ ഉണ്ടോ? ഇവിടെ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. അങ്ങോട്ട് മുകളിലോട്ട് കാണാത്തോണ്ടാ. ഈ ഭാഗത്തൊക്കെ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്. അങ്ങോട്ടൊക്കെ അവിടെ ഒരുപാട് മഞ്ഞ് റിമൂവ് ചെയ്യുന്ന മെഷീൻ കണ്ടോ. മുകളിലോട്ടൊക്കെ ഒരുപാട് ആൾക്കാർ കയറി പോകുന്നുണ്ട്. ഒരു 50 മീറ്റർ അപ്പുറത്തോട്ട് ആരും കാണുന്നില്ല. ഞങ്ങള് സെക്കൻഡ് ലൈനിൽ കയറിട്ടോ, 2ാമത്തെ കേബിൾ കാർ. അവിടെ കുഴപ്പമൊന്നുമില്ല, നല്ല തണുപ്പുണ്ട്. ഈ 2ാമത്തെ കേബിൾ കാർ താഴത്തോട്ടാ. അപ്പൊ നമ്മള് അവിടുന്ന് ഫസ്റ്റ് നിന്ന് കയറി വന്നു, പിന്നെ താഴത്തോട്ട്, പിന്നെ നമ്മൾ കയറും, വീണ്ടും കയറും. അങ്ങനെ 4 എണ്ണം. ഒന്ന് താഴെ ഇറങ്ങി, പിന്നെ കയറും, താഴെ ഇറങ്ങി കയറും. അങ്ങനെ സെറ്റപ്പാ. കുഴപ്പമൊന്നുമില്ല, എന്താ പറയാ, നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ. കുത്തനെ താഴത്തോട്ട് ഇറങ്ങാൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടുന്ന് താഴെ ഇറങ്ങാം. താഴെന്നാ വണ്ടി കയറി വരുന്നത്. ഞങ്ങൾ 2ാമത്തെ വരെ പോകുന്നുള്ളൂ. അവിടെ ഞങ്ങൾ തിരിച്ച് കയറും. ഓക്കെ, ഇവിടെ അങ്ങ് മുകളിലോട്ട് കയറി പോവുക വണ്ടി. നമ്മളെ 2ാമത്തെ സ്പോട്ടിൽ എത്തിക്കാൻ തുഫൻഡാങ് മൗണ്ടൻ റിസോർട്ട് ഇവിടെയാണ് കേട്ടോ.
ഇവിടുന്ന് ഇനിയും കയറിയിട്ട് തേർഡിൽ പോകും, തേർഡിൽ നിന്ന് പിന്നെ ഫോർത്തിൽ പോകും. അങ്ങനെ സംഭവം കുഴപ്പമൊന്നുമില്ല. പക്ഷേ അങ്ങോട്ട് റിസോർട്ടിന്റെ കുറേ ഭാഗങ്ങൾ ഇവിടെ ഉണ്ട്. അതേപോലെ ആ സൈഡിലേക്ക് അവിടെയും റിസോർട്ട് ഉണ്ട് കേട്ടോ. അത് കാണാണ് ആക്ച്വൽ അടിപൊളി എക്സ്പീരിയൻസ് ആട്ടോ. ഞാൻ പോയതിനേക്കാളും അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഒത്തിരി ഔട്ട്ലെറ്റ്സ് ഉണ്ട് കോഫി കുടിക്കാനും ചായക്കും വേണ്ടിയിട്ടുള്ള ഒത്തിരി ഔട്ട്ലെറ്റ്സ് ഇവിടെ ഉണ്ട്. നമ്മള് ടൂറിസ്റ്റുകൾ ഒരുപാടാണ്. നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഇന്ത്യക്കാരെ മലയാളികളും കൂടുതൽ മറ്റേ നോർത്ത് ഇന്ത്യൻസ് ആണ് കൂടുതൽ. അടിപൊളി എക്സ്പീരിയൻസ്, സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾക്ക് ഇവിടെ എന്തൊക്കെ കിട്ടാന്നുള്ള സംഭവം കൂടി കാണിച്ചു തരാം. Can we get 2 hot chocolate? 2 hot chocolate, yes, Yeah. no problem. 12 mala. Okay, I'll give you. Yeah. So നമുക്ക് ഇവിടെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഉണ്ടോ, ഇവിടെ കാണുന്ന Turkish coffee, hot chocolate, black shake, yes. See, you know, he knows things. Whiskey, vodka. So whatever you want, everything is available here. See, ഇത്ര ആൾക്കാർക്ക് ഇവിടെ കഴിക്കാനുള്ള ഡൈനിങ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. നമ്മുടെ നാട്ടിലെ പരിപ്പുട പോലത്തെ ഒരു സാധനം കണ്ടു ഇവിടെ. പരിപ്പുട അറിയില്ല, പക്ഷെ എന്തോ പരത്തി വെച്ച സാധനമാണ്. പക്ഷെ എവിടെയാ ഇവിടല്ല. പക്ഷെ കപ്പ് കേക്കാണ് അത്. നമ്മൾ മാർസ് ചോക്ലേറ്റ് എല്ലാം ഉണ്ട് അവിടെ. എന്നാലും പിന്നെ അടിക്കേണ്ട സാധനങ്ങൾക്ക് വൈന് കുപ്പി എല്ലാ സാധനങ്ങളും കേട്ടോ. ബ്ലാക്ക് ലേബിൾ എല്ലാം ഉണ്ട് ഇവിടെ, റെഡ് ലേബിള്. അങ്ങനെ അടിപൊളി പൊളി. ഞങ്ങള് തിരിച്ച് കേറിയ ഭാഗത്തേക്കാണ് എത്തി കേട്ടോ. ഈ ഭാഗത്താണ് നമ്മളന്ന് ഇറങ്ങിയത്. അപ്പുറത്താണ്, ഇതിന്റെ അപ്പുറത്ത് കൂടെയാണ് ഞങ്ങൾ കേറിയതും. ഇവിടെയാണ് ടിക്കറ്റിന്റെ ഓഫീസ് വരുന്നത്. കുഴപ്പമൊന്നും ഉണ്ടായില്ല, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ നല്ല തണുപ്പുണ്ട് കേട്ടോ. പിന്നെ വായന്ന് പുകയൊക്കെ വരുന്നു. പുകയല്ല, മറ്റേത് തണുപ്പിന്റെ. അടിപൊളിയായിരുന്നു കേട്ടോ. അത് എങ്ങനെ ഉണ്ടായി പറ, ഒറ്റ വാക്കിന് പറ. ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ നല്ല തണുപ്പായിരുന്നു. 2 വാക്കായി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. 3 വാക്കായി. പിന്നെടാ അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ എൻജോയ് ചെയ്തു. ഞാനേ അസർബൈജാനിൽ ഇവിടെ നിൽക്കുന്ന നമ്മളെ ഡ്രൈവർ പറഞ്ഞു ഇവിടെ ഒരു മലയാളി റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. മലബാർ റെസ്റ്റോറൻറ്റ് എന്ന പേര്. അപ്പോൾ ഞങ്ങളിപ്പോൾ അവിടെ വന്നിക്കുക. കയറിയപ്പോൾ നല്ല മലയാളം പാട്ട്. പണിക്കാർ മൊത്തം അസർബൈജാനാണ്. അവിടെ വിളമ്പുന്ന ആൾക്കാർ, അവിടെ കിച്ചണിലുള്ള ആൾക്കാർ, 1-2 മലയാളീസിന് മാത്രമേ. മലയാളി ആരോ ഓൺ ചെയ്യുന്ന ഒരു റെസ്റ്റോറൻ്റ് ആയിരിക്കണം എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ വർക്കേഴ്സൊക്കെ അവരാട്ടോ, അവിടുത്തെ ആൾക്കാരാണ്. നോക്കിയപ്പോൾ നമ്മുടെ ഇതെല്ലാം ഉണ്ടല്ലോ, ആനയുടെ നെറ്റിപ്പട്ടം പോലെ അതൊക്കെ തൂക്കിയിട്ടുണ്ട്. മലയാളം പാട്ട്, ഫുഡൊക്കെ നമ്മുടെ ഭക്ഷണം തന്നെ. ബിരിയാണി, ചിക്കൻ, പിന്നെ നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ ഉണ്ട് കേട്ടോ. ചിക്കൻ കറി, നമ്മളെ ഐറ്റംസ് എല്ലാം ഉണ്ട്. ഞാൻ അവിടുത്തെ കുറച്ച് സീൻസ് കാണിച്ചു തരാം. ഇതാട്ടോ ഞാൻ പറഞ്ഞ മലബാർ റെസ്റ്റോറൻറ്റ്. ഇവിടെയാണ്. അടിപൊളി ഫുഡ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് നോർത്ത് ഇന്ത്യൻ ഫുഡ് കഴിച്ചപ്പോൾ ഞാനും ചിക്കൻ്റെ സ്പെഷ്യൽ സാധനം ഉണ്ടായിരുന്നു, അത് കഴിച്ചേട്ടാ. നല്ല ഫുഡായിരുന്നു. പിന്നെ ഇവിടെ എല്ലായിടത്തും ഞാൻ മനസ്സിലാക്കിയതൊക്കെ ഫുഡിൻ്റെ ഇപ്പോൾ ഒരു 50 മനാത്താണെങ്കിൽ അതിൻ്റെ കൂടെ 2-3 മനാത്തും കൂടി അവർ എക്സ്ട്രാ പറയും, സർവീസ് ചാർജ് എന്ന് പറഞ്ഞിട്ട്. ടാക്സ് ഒന്നുമല്ല, ജസ്റ്റ് ഒരു അവരുടെ ഒരു ടിപ്പ് പോലെ അവർ വാങ്ങിക്കുന്നുണ്ട്. ആദ്യം എനിക്ക് മനസ്സിലായില്ല, പിന്നെ മനസ്സിലായി. എല്ലായിടത്തും അതുണ്ട്. ഈവൻ നമ്മളൊരു കോഫി കുടിച്ചാലും 5 മനാത്തിനൊന്ന് കുടിച്ചാൽ അവർ 1 മനാത്ത് എക്സ്ട്രാ അവർ പറയും. അങ്ങനെ